എന്ന് വെച്ചാൽ ഒന്നും അറിയാത്ത ആൾക്കാർ ഇതിൽ എങ്ങനെ വന്ന് പെടുന്നു, എന്നിട്ട് അവരെങ്ങനെ ഇരകളാകുന്നു എന്നല്ല. ഇപ്പം ഈ വിൻസിയൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരിക്കൊക്കെ ഭയങ്കര സപ്പോർട്ട് ഞാൻ പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. പക്ഷെ അവർ പിന്നെ ഡബിൾ സ്റ്റാൻഡ് എടുത്തപ്പോഴത്തേക്ക് നമ്മളൊക്കെ ആരായിന്ന് ഞാൻ ചിന്തിച്ചതാ. കാര്യങ്ങൾ നമ്മൾ കാണിക്കണം. ഇനി ആരാണെങ്കിലും സിനിമാക്കാരെന്നല്ല, ഇനി മന്ത്രി ആയിക്കോട്ടെ, ഇനി ആരാണ് മന്ത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശമ്പളം കൊടുത്തിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഞങ്ങളുടെ മദ്യപാനം ഉള്ള ആൾക്കാരില്ല എന്നാണോ? ഉണ്ടാവും. പക്ഷെ അവരും അതാ ഞാൻ പറഞ്ഞത്, മദ്യപിച്ചാലും പക്ഷെ ആരോഗ്യം മോശമാകുന്നത് MDMA ഉപയോഗത്തിലൂടെ മാത്രമാണ് ആരോഗ്യം മോശമാകുന്നത്. പടവും നിങ്ങൾ അവരെ മുമ്പിൽ ഉപദേശിച്ചു നോക്കണം. മറൈൻ ഡ്രൈവിൽ എത്രയോ പ്രാവശ്യം ഞാൻ ഇതുപോലെയൊക്കെ എന്താണ് ചെയ്യണേന്ന് മനസ്സിലാവില്ല. അവര് നമ്മളെ എന്ത് ചെയ്യുമെന്നുള്ളതും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചെയ്ത കലിപ്പ് എന്ന് പറഞ്ഞ സിനിമ ചെയ്ത അന്ന് ഞാൻ എഴുതിയ സംഗതികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മോശപ്പെടുത്താനായിട്ട് ഒരിക്കലും സർക്കാർ ഏത് ഫീൽഡിലാ ഇല്ലാത്തത്? ടെക്കീസിന്റെ ഇടയിലില്ലേ? അതുപോലെ ഡോക്ടേഴ്സ് ഇപ്പൊ ഇന്നലെ 70 ശരിക്കും ഒറിജിനലായിട്ട് ആൾക്കാർ ആരെങ്കിലും ഇതാക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്കിപ്പം ഇതിങ്ങനെ ജനങ്ങൾ അറിയുന്നു എന്ന് പറയുന്ന സമയത്ത് എനിക്ക് കാര്യം, എന്നിട്ട് എന്ത് കാര്യമുണ്ട്? ഒരാഴ്ചയെങ്കിലും ആ ന്യൂസിന് പ്രാധാന്യമുണ്ടോ? മുക്കൂലേ? മീഡിയാസിന് അത് മുക്കുന്നില്ലേ നല്ലൊരു എമൗണ്ട് മേടിച്ചിട്ട്? അതുകൊണ്ട് തന്നെ സിനിമ പരിരക്ഷിക്കും എന്ന് കരുതി സിനിമയ്ക്കകത്തുള്ള കൊള്ളരായ്മ ഇവര് കൂട്ടുനിൽക്കുന്നോ കണ്ടില്ല നടിക്കുന്നോ അല്ല. അത് ടെക്നീഷ്യന്മാരുടെ കാര്യം പറഞ്ഞ അമ്മയിൽ എനിക്കറിയില്ല. അവരൊക്കെ ആക്ടേഴ്സിന്റെ ഇതിൽ വരുന്നവരാണല്ലോ. അപ്പൊ ഞങ്ങളുടെ മദ്യപാനം ഉള്ള ആൾക്കാരില്ല എന്നാണോ? ഉണ്ടാവും. പക്ഷെ അവരും അതാ ഞാൻ പറഞ്ഞത്, മദ്യപിച്ചാലും ഒരാളുടെ ആരോഗ്യം. പക്ഷെ ആരോഗ്യം മോശമാകുന്നത് MDMA ഉപയോഗത്തിലൂടെ മാത്രമാണ് ആരോഗ്യം മോശമാകുന്നത്. അത് തിരിച്ചറിയണം നമ്മുടെ ഇന്നത്തെ തലമുറ. ആ തിരിച്ചറിവ് ഉണ്ടാക്കുന്നതാണ് ഈ പടവും. നിങ്ങൾ അവരെ മുമ്പിൽ ഉപദേശിച്ചു നോക്കണം. നമുക്ക് ഉപദേശിച്ചാൽ നന്നാവും. ആരെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും എന്നെ ഉപദേശിക്കാൻ ചോദിക്കും, നീ ആരാ, എന്റെ അമ്മയാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അമ്മയാണെന്ന് ചോദിക്കോ? അത് ഞാൻ എന്റെ അമ്മയാണോ, അല്ലെങ്കിൽ നിന്റെ മോളാണോ, അല്ലെങ്കിൽ നിന്റെ വേറെ ആരെങ്കിലും ആണോ എന്നായിരിക്കും എടുത്ത വായിക്കാൻ അവർ ചോദിക്കുന്നത്. അങ്ങനെ ആയിരിക്കും. എന്തിനാണ് ആവശ്യമില്ലാതെ പണിക്ക് പോകുന്നത്? അല്ല, നമ്മൾ ആരെ ഉപദേശിച്ച് നന്നാക്കാൻ നടക്കില്ല. അവനവൻ വേറെ ഒന്നും വേണ്ട. ഇപ്പൊ മറൈൻ ഡ്രൈവിൽ എത്രയോ പ്രാവശ്യം ഞാൻ ഇതുപോലെയൊക്കെ ചുമ്മാ എന്റെ യൂട്യൂബിൽ ഞാൻ കാര്യമായിട്ടൊന്നും ഇതാക്കുന്നില്ല. ചുമ്മാ ഈ പോകുന്നതും വരുന്നതും ഇപ്പൊ കുറച്ച് ആളായിട്ട് ഇല്ലാത്തത്, അല്ലെങ്കിൽ ചുമ്മാ ഈ പോകുന്നതും വരുന്നതും ഒക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാൻ അതൊക്കെ എന്റെ യൂട്യൂബിൽ പ്രൊഫഷണൽ ലെവലിലൊന്നും ഇല്ല. അതിൽ എത്രയോ പ്രാവശ്യം ഇതുപോലെ മറൈൻ ഡ്രൈവിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. ഓരോരോ കൂട്ടമായിട്ട്. അതുപോലെ തന്നെ കാക്കനാട് ഭാഗത്തൊക്കെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്, എത്രയോ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. സ്കൂൾ ലെവലിൽ ഉണ്ടല്ലോ. എന്റെ യൂട്യൂബിൽ ഇപ്പോഴും അത് കിടക്കുന്നുണ്ട്. പ്രതികരിക്കാൻ ഇപ്പൊ പേടിയാവുന്ന ഒരു കാലഘട്ടത്തിലൂടെ എന്താണ് ചെയ്യണേന്ന് മനസ്സിലാവില്ല. അവര് നമ്മളെ എന്ത് ചെയ്യുമെന്നുള്ളതും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചെയ്ത കലിപ്പ് എന്ന് പറഞ്ഞ സിനിമ 19. ആ കലിപ്പ് എന്ന സിനിമയ്ക്കകത്ത് ഒരു സീൻ വരുന്നുണ്ട്. സ്കൂളിലെ കുട്ടിയുടെ ബാഗിനകത്ത് ഇത് ക്യാരി ചെയ്യുന്നതായിട്ട് ആ സിനിമ കണ്ടാലറിയാം. അതിനുശേഷം ഇപ്പോൾ സെയിം ഡേ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യും. ഞാനത് ചെയ്തത് 19-ലാണ്. അതേ അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായത്. ഞാൻ ഈ പടം എഴുതി റെഡിയാകുന്നത് 2 വർഷം മുമ്പാണ്. ഇപ്പോൾ 1.5 വർഷം മേലെയായി നമ്മുടെ റാസയുടെ പണി വരെ. അപ്പം അന്ന് ഞാൻ എഴുതിയ സംഗതികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ലഹരി എന്ന് പറയുന്ന സംഗതി നമ്മുടെ ഓരോ വ്യക്തിയെയും ആ വ്യക്തി ഉൾക്കൊള്ളുന്ന കുടുംബത്തെയും അത് ബാധിക്കുമെന്ന് തിരിച്ചറിയുന്നിടത്ത് നമ്മുടെ തലമുറ രക്ഷപ്പെടും. ഇതിന്റെ കൂടെ ചോദിക്കാൻ പറ്റുന്ന വേറൊരു കാര്യം, സിനിമയും അതുപോലെ തന്നെ ക്രിക്കറ്റ് അങ്ങനെയുള്ള എന്റർടൈൻമെന്റ് നിൽക്കുന്ന സ്റ്റാർഡം ഉള്ള ആൾക്കാരെ ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ അത് ജനങ്ങൾ അറിയും. അതുപോലെ തന്നെ ഒരു ഗവൺമെന്റിനാണെങ്കിലും ഇത് ഞങ്ങൾ ഇവിടെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിയമ സംവിധാനം ഇവിടെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ എളുപ്പമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും നിങ്ങളെ പോലുള്ള കലാകാരന്മാരെ കുറച്ചുപേരെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ടാർഗറ്റ് ചെയ്യപ്പെടുന്നതല്ല അത്. നിലവിൽ സിനിമ എന്ന് പറയുന്ന വ്യവസായത്തെ തകർക്കാനായിട്ട് സർക്കാർ ഒരിക്കലും തുനിയില്ല. കാരണം ഇവിടെ സർക്കാർ നിലകൊള്ളുന്ന ഒന്ന് ലോട്ടറിയുടെ വരുമാനം, പിന്നെ ഒന്ന് ഈ പറയുന്ന ബിവറേജിലെ വരുമാനം, പിന്നെ അതുപോലെ അതിനേക്കാളും ചിലപ്പോൾ ഒരുപരി മുകളിലാണ് സിനിമ മൂലമുണ്ടാകുന്ന വരുമാനം. സിനിമ ഇവിടെ പലരും ചോദിക്കുന്നുണ്ടല്ലോ, ഈ സിനിമ എന്താ വലിയ സംഭവമാണോ, ഈ നാട്ടുകാർ കയറി കണ്ടിട്ടല്ലേ സിനിമാ നടന്മാർ വലുതാകുന്നത് അല്ലെങ്കിൽ സിനിമ വലുതാകുന്നത് എന്നൊക്കെ പറയുമ്പോഴും ഇന്ന് നമ്മുടെ സർക്കാർ നിൽക്കുന്നതിൻ്റെ നികുതി പണം കൊണ്ടാണല്ലോ സർക്കാർ നിലനിൽക്കുന്നത് അല്ലേ. അതിൻ്റെ ഒരു വലിയൊരു പങ്ക് സിനിമയിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് സർക്കാർ നിലനിൽക്കുന്നത്. ഇവിടെ നടക്കുന്ന മിക്ക സാമൂഹിക ക്ഷേമ പദ്ധതികളും സർക്കാർ വെക്കുന്നത് ഈ ഫണ്ടിൽ നിന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭൂരിഭാഗം വരുന്നത് സിനിമയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സിനിമ പരിരക്ഷിക്കും എന്ന് കരുതി സിനിമയ്ക്കകത്തുള്ള കൊള്ളരായ്മ ഇവർ കൂട്ടുനിൽക്കുന്നോ കണ്ടില്ല നടിക്കുന്നോ അല്ല. അതുപോലെ തിരിച്ച്
അതായത് നമ്മുടെ ടാർഗറ്റ് ചെയ്ത് സിനിമയെ മോശപ്പെടുത്താനായിട്ട് ഒരിക്കലും സർക്കാർ ഏത് ഫീൽഡിലാ ഇല്ലാത്തത്? ടെക്കീസിന്റെ ഇടയിലില്ലേ? അതുപോലെ ഡോക്ടേഴ്സ് ഇപ്പൊ ഇന്നലെ 70 ലക്ഷം രൂപയുടെ MDMA പുള്ളിക്കാരി യൂസ് ചെയ്ത് കണ്ടില്ല? വാർത്ത കണ്ടില്ലായിരുന്നോ? ഡോക്ടേഴ്സിന്റെ ഇതിലില്ലേ, എഞ്ചിനീയേഴ്സിന്റെ ഇതിലില്ലേ, അതുപോലെ ഏത് കൂലിപ്പണിക്കാരുടെ ഇതിലില്ലേ? ആരാ ഇത് യൂസ് ചെയ്യാത്ത? പക്ഷെ സിനിമ സീരിയൽ രംഗത്തുള്ളവരുടെ പേരിൽ എന്തെങ്കിലും ചാർത്തി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ന്യൂസ് കാരണം സിനിമയുടെ ഒരു ബന്ധവും വേണ്ട. ഒരു മഴ നനഞ്ഞൊന്ന് സെറ്റിന്റെ സൈഡിൽ കയറി നിന്നാലും മതി, പിന്നെ സിനിമ നടിയായി, സീരിയൽ നടിയായി. അവരുടെ പേരിൽ എന്ത് ഗോസിപ്പ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സംസാരിക്കാനും ഈ ഇതുപോലെ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എല്ലാവർക്കും ഇൻട്രസ്റ്റ് കൂടുതലാണ്, താല്പര്യം കൂടുതലാണ്. എന്നാലേ അത് മീഡിയയ്ക്കും പബ്ലിസിറ്റി കൂടുതലാണ്. ശരിക്കും ഒറിജിനലായിട്ട് ആൾക്കാർ ആരെങ്കിലും ഇതാക്കുന്നുണ്ടോ? ഇപ്പം നേരത്തെ പറഞ്ഞ കണക്കിപ്പം ഇതിങ്ങനെ ജനങ്ങൾ അറിയുന്നു എന്ന് പറയുന്ന സമയത്ത് എനിക്ക് കാര്യം, എന്നിട്ട് എന്ത് കാര്യമുണ്ട്? ഒരാഴ്ചയെങ്കിലും ആ ന്യൂസിന് പ്രാധാന്യമുണ്ടോ? മുക്കൂലേ? മീഡിയാസിന് അത് മുക്കുന്നില്ലേ? നല്ലൊരു എമൗണ്ട് മേടിച്ചിട്ട്. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോൾ എന്തായാലും എനിക്കതൊന്നും വലിയൊരു വിഷയമുള്ള കാര്യമില്ല. ഇത് തന്നെയല്ലേ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഏതെങ്കിലും ഇതുപോലത്തെ ഒരു പ്രമുഖന്റെ ന്യൂസ് വന്നാൽ എത്ര ദിവസം അതുണ്ടാവും? അല്ല, ഞാൻ വേടന്റെ കേസിൽ ഇപ്പൊ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതുപോലെ തന്നെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആ അറസ്റ്റിന് പിന്നിലൊക്കെ. അപ്പൊ അത് അങ്ങനെ തോന്നിയോ നിങ്ങൾക്ക്, നിങ്ങളൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക്? അല്ല, ഇവിടെ ഇപ്പം ഞാൻ പറയുന്നത് ഇനി ഏത് കാറ്റഗറിയിൽ പെട്ടതാണെങ്കിലും, സിനിമയായിക്കോട്ടെ, അതല്ല കലാപരമായി പുറത്തായിക്കോട്ടെ, ഇപ്പം നമ്മൾ പറഞ്ഞ ഡോക്ടർ കേസ്, അതുപോലെ ഏത് സംഗതിയാണെങ്കിലും ലഹരി ഉപയോഗിച്ചു, നിരോധിക്കപ്പെട്ട ലഹരി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കള്ള്, ശുദ്ധമായ കള്ള് ഇവിടെ നിരോധിച്ചിട്ടില്ല, കഴിക്കാം അല്ലേ? അത് ഔഷധമുള്ളതാണ്. നിരോധിച്ചിട്ടുള്ള ഒരു സാധനം നമ്മൾ ഉപയോഗിച്ചു എന്ന് കണ്ടാൽ, ഉപയോഗിക്കുന്നു എന്നറിഞ്ഞാൽ കൃത്യമായും അതിനെ നമ്മൾ സർക്കാർ തലത്തിൽ പോയി, അത് നിയമവ്യവസ്ഥ ഉണ്ടല്ലോ, പോലീസ് ആയിക്കോട്ടെ, എക്സൈസ് ആയിക്കോട്ടെ, അവർ അതിനെ പോയി കണ്ടെത്തുകയും ആ പ്രതികളെ പിടിക്കുകയും ചെയ്യണമെന്നും ഇത് നമ്മൾ ചുറ്റുവട്ടങ്ങളിൽ അറിയിക്കാൻ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഓരോരുത്തരും കണ്ണ് തുറന്നിരുന്ന്, കാരണം ചിലപ്പം വലിയ ചാനലുകൾ ചിലപ്പം ഇതൊക്കെ ചിലപ്പോൾ മൂടി ചെയ്യിക്കാം. പക്ഷെ നിങ്ങൾ, അതായത് സോഷ്യൽ മീഡിയ എല്ലാ ഇതുപോലുള്ള സമൂഹത്തെ കാർന്നു നിന്ന MDMA പോലുള്ള കാര്യങ്ങൾ, അത് ദോഷം തന്നെയല്ലേ? അല്ലേ? ദോഷമാണ്, നമ്മുടെ സമൂഹത്തിന് ദോഷമാണ്, നല്ലതൊന്നും അല്ല, ഒരിക്കലും അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കണം. ഇനി ആരാണെങ്കിലും, സിനിമാക്കാരെന്നല്ല, ഇനി മന്ത്രി ആയിക്കോട്ടെ, ഇനി ആരാണ് മന്ത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശമ്പളം കൊടുത്തിരിക്കുന്ന ആൾക്കാരല്ലേ? നമ്മുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അവരങ്ങനെ വിട്ടിരിക്കുന്നത്. അല്ലാതെ അവർ വരുമ്പോൾ പേടിച്ച് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവർ വേണ്ടി തിരിച്ച് നിൽക്കാൻ, ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് നിങ്ങളാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വേണ്ടത്. ഒരു ലേഡി ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, ഈ കഴിഞ്ഞ ദിവസം പിടിച്ചിട്ടുണ്ടായിരുന്നു, PWD കൊച്ചി കോർപ്പറേഷനിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കൈക്കൂലിയുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് വെച്ചിട്ട് നമ്മൾ അവർക്ക് സാലറി കൊടുക്കുന്നു. പക്ഷേ ജനസേവകരാണ് അവര്, ശരിക്കും ജനങ്ങളെ ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. പക്ഷെ അതിനാണ് ഞാൻ പറഞ്ഞത്, അതിനൊക്കെ സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങളിൽ പോയിട്ട് ഒരു കാര്യം നടന്നു കിട്ടണമെങ്കിൽ നമ്മൾ ഓച്ചാഞ്ച് നിന്ന് പിന്നാലെ പോയി കൈക്കൂലിയും കൊടുത്ത്, അതൊരു കീഴ്വഴക്കം. എല്ലാത്തിനും ഓരോ തരത്തിലുള്ള കീഴ്വഴക്കങ്ങളുണ്ട്. അല്ല, രാജഭരണം മാറി, ഇത് ജനാധിപത്യമാണ്, ജനാധിപത്യ ഭരണമാണ്. ഇതിലൊരു പങ്കുണ്ട് നമ്മുടെ ഇവിടുത്തെ പുതിയ സമൂഹത്തെ വാർത്തെടുക്കാൻ. ഈ മാരകമായിട്ടുള്ള MDMA പോലുള്ള സകല കാര്യത്തിന് നമുക്ക് തുടച്ചു നീക്കി, ഇന്നത്തെ പിള്ളേരെല്ലാം എന്തോരം ബുദ്ധിയുള്ള പിള്ളേരാണെന്നറിയോ? അല്ലേ? ബുദ്ധി കൂടിപ്പോയതിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇവരെല്ലാം ഈ ഒരു സംഗതി ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇന്ത്യയെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു ഭാരവാഹി എന്ന നിലയിൽ, അതായത് യൂണിയനിലെ അംഗങ്ങൾക്ക് ഒരു ബോധവൽക്കരണമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിലൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ റൈറ്റേഴ്സിൻ്റെ ആയിക്കോട്ടെ, ഡയറക്ടേഴ്സിൻ്റെ ആയിക്കോട്ടെ, ഞങ്ങൾ ഓരോ പരിപാടി വയ്ക്കുമ്പോഴും, അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റ് ഈ ഓരോ യൂണിയൻ്റെയും പരിപാടി എക്സൈസിൻ്റെ തലപ്പത്തുള്ള വലിയ ഉദ്യോഗസ്ഥർ മറ്റുമൊക്കെ വന്നിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്, ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഞങ്ങൾ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഓരോ ജില്ലകളിലും ഞങ്ങൾ ഓരോരുത്തർ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നമ്മുടെ അംഗങ്ങൾക്ക് നല്ലൊരു ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ലഹരിയെക്കുറിച്ച്, ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു ബോധവൽക്കരണം പ്രത്യേകിച്ച് കൊടുക്കുന്നുണ്ട്. ആരോഗ്യ സുരക്ഷ വേറെ, ഏത് തരം ഭക്ഷണം കഴിക്കണം, ഏത് കഴിക്കണ്ട, എങ്ങനെ കഴിച്ചാൽ നമ്മുടെ ശരീരം നിലനിൽക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു അറിവ് കൊടുക്കുന്നുണ്ട്. ഫെഫ്ക നല്ല രീതിയിൽ അംഗങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വലിയ ശക്തമായ ബ്യൂണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി, എനിക്ക് തോന്നുന്നത് ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച പോലുള്ള ഒരാളാണ് ഉണ്ണിയേട്ടനൊക്കെ. അപ്പോൾ അതുപോലുള്ള ഒരുപാട് പേരുണ്ട്. ഉണ്ണിയേട്ടൻ മാത്രമല്ല, ജോസ് തോമസ് ആയിക്കോട്ടെ, സോഹൻ സീനില ആയിക്കോട്ടെ, വ്യാസേട്ടനായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പേര് ഞങ്ങൾ ഇതിനു വേണ്ടി മാത്രം അവർ നിൽക്കുകയാണ്. ഒരുപക്ഷെ അവരുടെ സിനിമകൾ പോലും അവർ ചിന്തിക്കുന്നതിലുപരി ഈ സംഘടനയ്ക്ക് വേണ്ടി, അംഗങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഓരോ ദിവസവും നേരം വെളുത്ത് ഇരുട്ടും വരെയും അവർ പ്രവർത്തിക്കുന്നത്. സംഘടനയ്ക്ക് വേണ്ടിയാണ്.
ഇപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ പലരും പറയാറുണ്ട് നിങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കില്ലേന്ന്. കാരണം എനിക്കിപ്പോ നിങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തില്ലെന്ന്. കാരണം ഞാൻ ഇരട്ടായിട്ടല്ലേ ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു കാര്യവും ഇത് തുറന്നു പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിലൊന്നും ആരും ഈ ലഹരി ഉപയോഗിച്ചിട്ട് തന്നെ ബുദ്ധിമുട്ടിച്ചതായിട്ടുള്ളൊരു ഇത് എനിക്കില്ല. എന്ന് വെച്ചാൽ എനിക്കില്ല എന്ന് വെച്ചിട്ടുള്ള മറ്റുള്ളവർക്ക് അതില്ല എന്നുള്ളതല്ല. ഒരുപാട് ഇപ്പം ഈ വിൻസിയൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരിക്കൊക്കെ ഭയങ്കര സപ്പോർട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. പക്ഷെ അവർ പിന്നെ ഡബിൾ സ്റ്റാൻഡ് എടുത്തപ്പോഴത്തേക്കും നമ്മളൊക്കെ ആരായെന്ന് ഞാൻ ചിന്തിച്ചതാ. നമ്മൾ എന്തെങ്കിലും വേറെ കാര്യം, നമ്മുടെ ഫെഫ്ക ഇന്ത്യൻ മറ്റ് നമ്മുടെ കർണാടക ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ, തെലുങ്ക് ആയിക്കോട്ടെ, ഒരു സ്ഥലത്തും ഇല്ലാത്ത ഒരു കാര്യം ഞങ്ങൾ കേരളം ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഫെഫ്ക ചെയ്യുന്നുണ്ട്, ആരോഗ്യ സുരക്ഷാ പദ്ധതി. അറിയാലോ, ഞങ്ങൾ എല്ലാ അംഗങ്ങൾക്കും ഞങ്ങളുടെ ഫെഫ്കയിൽ 21 യൂണിയനുണ്ട്. 21 യൂണിയനിലെയും കൂടെ ചേർത്ത് ഏകദേശം ഒരു 10,000-നുള്ളിൽ മെമ്പർമാരുണ്ട് എല്ലാം കൂടെ. അപ്പം പെർമനൻ്റ് ആയിട്ടുള്ളതും അല്ലാതെ ഒക്കെ ആയിട്ട് ഏകദേശം ഒരു 10,000-നുള്ളിൽ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഉള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി, അങ്ങനെയാണ് ഞങ്ങളതിനെ പറയുന്നത്. ഇൻഷുറൻസ് എന്നുള്ള വാക്കല്ല, ആരോഗ്യ സുരക്ഷാ പദ്ധതി. അപ്പോൾ ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഞങ്ങൾ ഓരോ ദിവസവും എത്രയെങ്കിലും കേസ് വരുന്നുണ്ട്, ഹോസ്പിറ്റൽ കേസ് വരുന്നുണ്ട്, ചികിത്സ ദിവസവും വരുന്നുണ്ട് ഓരോരുത്തരും. പക്ഷെ ഒന്നും തന്നെ ഈ പറഞ്ഞതുപോലെ ലഹരിയുമായി ബന്ധപ്പെട്ട് മോശപ്പെട്ട അവസ്ഥയിലായ ഒരു രോഗിയുടെ കേസ് വരുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ലഹരി, ഇപ്പം MDMA ആണല്ലോ മെയിൻ വിഷയം. MDMA പോലുള്ള മാരകമായിട്ടുള്ള സിന്തറ്റിക് ആയിട്ടുള്ള ആ പ്രയോഗം അല്ല ആ ഉപയോഗത്തിലൂടെ ഒരു രോഗിയായ ഒരാളുടേത് വന്നിട്ടില്ല. കാരണം ഇനി അത് വരുള്ളായിരിക്കുമല്ലോ അല്ലേ, കാരണം ഇപ്പോഴാണല്ലോ ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായി. അപ്പം മദ്യപാനം എന്ന് പറയുന്നതും പുകവലി എന്ന് പറയുന്നതും കാലാകാലമുണ്ട്. അപ്പം ഞങ്ങളുടെ സംഘടന ഉള്ളത് വളരെ സീനിയറായിട്ടുള്ള ആൾക്കാർ മുതൽ വളരെ ചെറിയ പ്രായമുള്ള 20-21 വയസ്സുള്ള ആൾക്കാർ വരെ ഉണ്ടല്ലോ ഈ സംഘടനയിൽ. അപ്പോൾ ഇതിലൊന്നും ഈ രീതിയിൽ ഉപയോഗിച്ചിട്ട് ആശുപത്രിയിലായ ഒരു കേസും ഇല്ല, ഞങ്ങളുടെ ഇല്ല. പിന്നെ ഈ ഉപയോഗിക്കുന്ന കാവ്യമായി പോകണം അല്ല, അതിലേക്ക് ഇനി ആരെങ്കിലും വന്നാലേ ഉള്ളൂ, രോഗിയായി വന്നാലേ ഉള്ളൂ. പക്ഷെ നിലവിലില്ല. അപ്പം മദ്യപാനത്തിലൂടെ അവശത അനുഭവിക്കുന്ന ഹോസ്പിറ്റലായ കേസും ഇല്ല. അല്ലാതെ ഉള്ള അസുഖങ്ങളുമുള്ളൂ, മറ്റുള്ള അസുഖങ്ങളും. അത് ഞങ്ങളിലുള്ളതല്ലോ, ഫെഫ്കയിലുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഈ സിനിമയിലൂടെ ലഹരിക്കെതിരായിട്ട് ഒരു വലിയ സന്ദേശം ജനങ്ങളിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കൂട്ടം ഈ ഇതുപോലെയുള്ള ബോധമില്ലാതെയും ഇതുപോലുള്ള ചെറുപ്പക്കാരും അതുപോലെ തന്നെ ഇപ്പം ഈ ഡോക്ടർ പോലെയുള്ള അത്യാവശ്യം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ടീം, അതേപോലെ ഇതുപോലെയുള്ള ആൾക്കാരുടെ ബോധമില്ലാത്ത പെരുമാറ്റം കാരണം ഒരു കുടുംബത്തിനുണ്ടാവുന്ന നഷ്ടവും അവരനുഭവിക്കേണ്ടി വരുന്ന വേദനയും അവർ സമൂഹത്തിൽ ഫേസ് ചെയ്യേണ്ട അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ നമ്മളുടെ ഈ സിനിമ പറയുന്നത് തന്നെ. നമ്മുടെ റാസ എന്ന് പറഞ്ഞ ഡോക്ടർ വേഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വിദ്യാഭ്യാസവും വിവരവും ഉള്ള ഡോക്ടർ. കാരണം എങ്ങനെയാണ് ഇതിലോട്ട് ആൾക്കാരെ അവർ ക്യാൻവാസ് ചെയ്യുന്നതെന്നും അവരെ എങ്ങനെ എത്തിക്കുന്നു, അങ്ങനെ ഒരു കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അറിയാതെ എന്ന് വെച്ചാൽ ഒന്നും അറിയാത്ത ആൾക്കാർ ഇതിൽ എങ്ങനെ വന്ന് പെടുന്നു, എന്നിട്ട് അവരെങ്ങനെ ഇരകളാകുന്നു എന്നെല്ലാം ഇതിൽ പറയുന്നുണ്ട്, വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ കുറെ ചില പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആകെപ്പാടെ ഞാൻ പറയല്ല, അതിനുള്ളിലുണ്ട്. അതുകൊണ്ട് കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ എനിക്ക് അവരിൽ നിന്ന് കിട്ടിയ കുറെ അറിവുണ്ട്. ഞാൻ അവരിൽ നിന്ന് കിട്ടി. അപ്പം അവരിൽ ചിലർ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ചെയ്യുന്ന വേഷം ഡോക്ടർ അനീറ്റ, അപ്പൊ അവര് സിവിൽ സർജനാണ്. അപ്പൊ അവരെങ്ങനെ ഈ ക്രൈമിൽ ഉൾപ്പെട്ടു എന്നാണ് സിനിമ പറയുന്നത്. അവിടുത്തെ CI നമ്മുടെ കൈലാഷ് ചെയ്യുന്ന വേഷം, അദ്ദേഹം എങ്ങനെ ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടു, അല്ലെങ്കിൽ ഈ ക്രൈമിൽ ഉൾപ്പെട്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു 15 ദിവസം ഒരാൾ ഇവരുടെ ഇടയിലേക്ക് വരികയാണ്, അരവെന്ന് പറയാം. അതാണ് ഈ ഡോക്ടർ അനീറ്റയുടെ ജീവിതത്തിൽ ഒരു 15 ദിവസം. ഈ 15 ദിവസം എന്താണ് നടന്നത് എന്നുള്ളത് 16-ാം ദിവസമാണ് അറിയുന്നത്, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഇതാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ പറയുന്ന ആ ഒരു കൊച്ചു കഥ, ഒരു കുടുംബത്തിനകത്തും ഇവരുടെ ജീവിതത്തിലൂടെയും നടക്കുന്ന ആ കഥ, അത് നമ്മുടെ ഓരോ വീട്ടിലുള്ളവരും കാണേണ്ടതാണ്. അച്ഛൻ, അമ്മ, മക്കൾ ചേർന്നിരുന്ന് കാണേണ്ടതാണ്. കാണാൻ കൊള്ളാവുന്ന തരത്തിലുള്ള സിനിമയുമാണ്. അപ്പോൾ ചോദിക്കും കാണാൻ കൊള്ളാത്ത തരത്തിൽ. അങ്ങനെയല്ല, എല്ലാം കാണാൻ കൊള്ളാവുന്നത് തന്നെയാണ്. പക്ഷേ ഇത് ഞാൻ പറയുന്നത് ഒരു വളരെ ഇതായിട്ടുള്ള, വളരെ വയലൻസോ അങ്ങനെയൊന്നും ഇല്ലാത്തതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വളരെ വയലൻസ് ഒന്നും ഇല്ലാത്ത, എന്നാൽ അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുള്ള ഒരു കൊച്ചു സിനിമയാണ്. ഇവിടെയൊക്കെ നടക്കുന്നതന്നെ എന്താ വെച്ചാൽ നാട്ടിൻപുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ വരണം. മിക്കുള്ളവരും അങ്ങനെ പല നാട്ടിൻപുറത്തുനിന്നും റൂറൽ ഏരിയയിൽ നിന്നൊക്കെ വരുന്ന പിള്ളേരാണ് കൂടുതലും.
ഇവിടെ ഇങ്ങനത്തെ പിന്നെ കാണുന്നതൊക്കെ പിന്നെ വേറൊരു കാര്യം ബോധമില്ലാതെ നടക്കുന്ന, അല്ലാതെ ഒരു വെൽ റെപ്യൂട്ടഡ് ഫാമിലിയിൽ നിന്ന് വരുന്നവരൊന്നും ഇങ്ങനെ തെരുവിൽ നിന്ന് ഇതൊന്നും അടിച്ചിട്ടും ഈ കാറുകളിലും ബൈക്കിലും അവിടെ ഇവിടെയൊന്നും എക്സ്പ്രസ് നമ്മളുടെ അവിടെ ഇൻഫോ പാർക്കിലെ റോഡ് എക്സ്പ്രസ് വേ ആ സൈഡിലൊക്കെ ഇതേപോലെ ഇരുന്നിട്ട് നമ്മൾ അവിടെ നടക്കാൻ പോകുമ്പോൾ ജോഗിങ്ങിന് പോകുമ്പോൾ കാണുന്നത് സൈഡിൽ ഇതുപോലെ കൂട്ടം കൂടിയിട്ട് ഒരാണ് ഒരു പെണ്ണ് ഒരിക്കുന്നത് അല്ലെങ്കിൽ ഇതാക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ അത് സദാചാര പോലീസ് സമയെന്ന് പോലീസ് വന്നാൽ പോലും അവരെ തിരിച്ച് ഇവർ ചെയ്യുമായിരുന്നു. അങ്ങോട്ട് കയറിയിട്ട് ഷൗട്ട് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ ഇരുന്നിട്ട് മറ്റേ സാധനം ഇതാക്കുക, ചുറ്റുക, വലിക്കുക, മറ്റേ മൂക്കിലോട്ട് വലിച്ചു കയറ്റുക, ഇതെല്ലാം അവിടെ ഇതെല്ലാം എറണാകുളത്തുള്ളവരല്ല, ഇതെല്ലാം വരുത്തന്മാരാണ്. പുറത്ത് നമ്മുടെ കൊച്ചിക്കാരല്ലായിരുന്നു, കൊച്ചിയിൽ വരുന്നവരാണ്. ഇതെല്ലാം റൂറൽ ഏരിയയിൽ നിന്ന് വരുന്നവരാണ്. ഒരു നല്ല മീൻസ് ഒരു വെൽ റെപ്യൂട്ടഡ് ഫാമിലിയിൽ നിന്ന് വരുന്ന മെമ്പേഴ്സ് ഒന്നും അല്ല ഇവരാരും. ഇവരെല്ലാം ലോക്കൽ ഏരിയകളിൽ നിന്നും ലോക്കൽ സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ട് ഇവിടെ വന്നിട്ട്, കാരണം ഇവിടെ കൊച്ചിയുടെ ഇത് കാണുമ്പോഴത്തേക്ക് ഇവർക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് മായിക ലോകത്തോട്ടൊക്കെ പെട്ടുപോവുക. അത് പിന്നെ അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തിരിച്ചു കയറാൻ പിന്നെ അവർക്ക് പറ്റാറില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ പടം റിലീസാവുകയാണ്. പിന്നെ ഇത് കാണേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്, അതും കൂടെ പറയാം. ഇത് മത്സരത്തിലേക്ക് കുറേ പോയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ സത്യത്തിലെ ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൽ ബെസ്റ്റ് ആക്ടറായിട്ട്, ന്യൂ ഫേസ് ബെസ്റ്റ് ആക്ടറായിട്ട് നമ്മുടെ നായകൻ ജസൻ ജോസഫ് മികച്ച നടൻ എന്ന നിലയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് എന്ത് ഉണ്ടല്ലോ. അപ്പൊ മികച്ച നടൻ എങ്ങനെ ആയി എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ ഈ സിനിമ പോയി കണ്ടിട്ട് ഇയാൾക്ക് എങ്ങനെ മികച്ച നടനായിട്ട് കിട്ടി എന്ന് അറിയാനും കൂടെ ഒന്ന് സിനിമ എങ്ങനെയാണ് കാശ് കൊടുത്ത് വാങ്ങിയ എങ്ങനെയാണെന്നും കൂടെ അറിയണ്ടേ? കറക്റ്റാണ്, എങ്ങനെയാണ് എന്നും കൂടെ അറിയാൻ വേണ്ടി കൂടെ ഒന്ന് കണ്ടോളൂ. എന്തായാലും സിനിമ വലിയൊരു വിജയമാവട്ടെ, ആൾക്കാരിലേക്ക് എത്തട്ടെ, ചർച്ച ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ഈ സിനിമ വളരട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും. താങ്ക് യു.